ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ പാറ്റ്നയിൽ നിന്നും സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. ഒരു ദിവസം കൂടി ദൈവസന്നിധാനത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം സഹായിച്ചതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ചിന്തയുള്ള ബന്ധത്തിൽ വീണ്ടും റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 33-34 വാക്യം വീണ്ടും വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 33-ാം വാക്യം: ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. 34-ാം വാക്യം: ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ഇന്നലെയും നാം അല്പമായിട്ട് ഈ വിഷയം ചിന്തിച്ചതാണ്. നീതീകരിക്കുന്നവൻ ദൈവമാണ്. ഈ ലോകത്തുള്ള ഒരു തത്വശാസ്ത്രങ്ങൾക്കോ ഒരു മതസംഹിതകൾക്കോ ഒരു വ്യക്തികൾക്കോ നമ്മെ നീതീകരിക്കുവാൻ കഴിയുകയില്ല. നീതീകരണം എന്നുള്ളത് വലിയൊരു വിഷയമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ബൈബിൾ പറയുന്നു, പാപത്തിൽ ജനിച്ചു പാപത്തിൽ ജീവിക്കുന്നവരാണ് ഓരോ മനുഷ്യനും. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ലെന്നാണ് റോമാലേഖനം 3:10 നാം വായിക്കുന്ന. പല പ്രാവശ്യം നാം ചിന്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ മനുഷ്യന് നീതീകരണം ആവശ്യമാണ്. നീതി ലഭിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പലവിധമായ കുറ്റകൃത്യങ്ങൾക്ക് സഹിക്കേണ്ട വരുന്നവർ അവർ കേസൊക്കെ കൊടുത്തിട്ട് പറയുന്ന കാര്യം എന്താണ്? ഞങ്ങൾക്ക് നീതി ലഭിക്കണം. നീതിന്യായ കോടതി അവർ ആശ്രയിക്കുകയാണ്. എന്നാൽ ലോകത്തുള്ള ഒരു കോടതിയും നീതിയോട് ന്യായം വിധിക്കുന്നില്ല. പീലാത്തോസ് പോലും നീതിയോടുകൂടി ന്യായം വിധിച്ചിട്ടില്ല. എന്നാൽ വലിയവനായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിൽ നൽകിക്കൊണ്ട് മനുഷ്യന് നീതീകരണം കൊടുത്തിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു, ഗോഡ് ഹാസ് ഇംപ്യൂട്ടഡ് ഹിസ് റൈറ്റസ്നെസ് അപ്പോൺ us. തന്റെ നീതി നമ്മളിലേക്ക് ചുമത്തി. God has imputed our sin upon Lord Jesus Christ and imputed his righteousness upon us. നമ്മുടെ പാപം കർത്താവിലേക്ക് ചുമത്തി. ആ പാപത്തിന് കർത്താവ് പരിഹാരം വരുത്തിയതിനു ശേഷം തന്റെ നീതി നമ്മിലേക്ക് നൽകുവാനായിട്ടിടയായി. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പറയും നമ്മൾ നീതിമാന്മാരാണ്. അതുകൊണ്ട് ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? കുറ്റം ചുമത്തുന്നവൻ സാത്താനാണ്. നമുക്കറിയാം, യോബിനുള്ള ബന്ധത്തിൽ പോലും സ്വർഗത്തിൽ ചെന്ന് യോബിനെതിരെ ആ നീതിമാനായ ആ വ്യക്തിക്കെതിരെ കുറ്റം ചുമത്തുന്ന കാര്യം നാം കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ പറയുകയാണ്, നീതീകരിക്കുന്നവൻ ദൈവം. നമ്മുടെ ഏറ്റവും സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു കാര്യം, ഇന്ന് ലോകത്തിൽ ഏതു മനുഷ്യനും നമ്മെ കുറ്റപ്പെടുത്തിക്കൊള്ളട്ടെ, നമുക്ക് യാതൊന്നും ചിന്തിക്കുവാനില്ല. കാരണം നീതീകരിക്കുന്നവൻ ദൈവമാണ്. ഞാൻ ഈ വിശ്വാസത്തിലോട്ട് വന്നതിനുള്ള ബന്ധത്തിൽ എന്റെ സമൂഹത്തിൽ നിന്നും എന്റെ കുടുംബത്തിൽ നിന്നും അതുപോലെ പല വ്യക്തികളിൽ നിന്നും ഞാൻ ധാരാളം വഴക്കും അതുപോലെ പരിഹാസവും കേൾക്കുവാനായിട്ടിടയായി. എന്നാൽ എനിക്കറിയാം, നീതിമാനായ കർത്താവിന്റെ അടുത്തേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് മരിച്ചാൽ കർത്താവിനോട് കൂടിയാണെന്ന ആ ബോധ്യത ദൈവം എനിക്ക് നൽകി. ആ സത്യങ്ങൾ പറഞ്ഞു തന്ന ദൈവദാസന്മാരെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നീതീകരണം എന്നുള്ളത് അത് ദാനമായിട്ട് ദൈവം നൽകുകയാണ്. കാൽവരി ക്രൂശാണ് അതിന് കാരണം. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം നമ്മുടെ പാപത്തിന് പരിഹാരമായി തീർന്നു. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? ലോകത്തിൽ ഒരു വ്യക്തിക്കും ഇനി നമ്മളെ കുറ്റം ചുമത്താനായിട്ട് കഴിയുകയില്ല. പിശാചിന് കുറ്റം ചുമത്തുവാനായിട്ട് കഴിയുകയില്ല. കാരണം ദൈവം എന്നെ നീതീകരിച്ചു എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, ശിക്ഷ വിധിക്കുന്നവനാർ? ഇന്ന് എന്റെ മേലൊരു ശിക്ഷ വിധിക്കുവാൻ ആർക്കും അധികാരമില്ല.
റോമാലേഖനം 8:1 നാം വായിക്കുന്നു, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ആ ശിക്ഷാവിധി മാറിപ്പോയി. എന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും ഈ സത്യം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ഇന്നും നീതീകരണത്തിനായിട്ട് ഓടി നടക്കുകയാണെങ്കിൽ, പ്രവൃത്തികൾ ചെയ്തു നീതീകരണം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, അയ്യോ വലിയ ശിക്ഷാവിധി ഉണ്ടല്ലോ എന്ന ആ വേദനയോടുകൂടി നടക്കുകയാണെങ്കിൽ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരിക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ ആശ്വാസദായകനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. എന്റെ ഹൃദയത്തിൽ ആശ്വാസം ലഭിച്ചു, ആയിരങ്ങളുടെ ഹൃദയത്തിൽ ആശ്വാസം ലഭിച്ചു. ഈ കർത്താവിലേക്ക് കടന്നു വരിക. നിങ്ങളുടെ ജീവിതങ്ങൾക്ക് മാറ്റം സംഭവിക്കും. നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. കേൾവിക്കാരായ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. വിശ്വാസികളായ ദൈവമക്കളായ നിങ്ങളോട് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നാം നീതീകരിക്കപ്പെട്ടവരായതുകൊണ്ട്, സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം നൽകിയതുകൊണ്ട് ആ സമാധാനത്തിൽ നമുക്ക് ജീവിക്കാം. ഈ സമാധാനത്തിന്റെ സുവിശേഷം, നീതീകരണത്തിന്റെ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുവാനുള്ള വലിയ കടപ്പാട് നമുക്കുണ്ട്. 145 കോടിയോളം ജനം ഭാരതത്തിലുണ്ട്. 6 ലക്ഷം ഗ്രാമങ്ങൾ ഭാരതത്തിലുണ്ട്. ആ ഭാരതത്തിലെ ജനത്തോട് സുവിശേഷം അറിയിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മെ ഏൽപ്പിച്ചു. അതിൽ നാം പിന്തിരിഞ്ഞോടരുത്. നമ്മുടെ കംഫർട്ടബിൾ സോണൊക്കെ വിട്ട് ഈ കർത്താവിനായിട്ട് നമുക്ക് നമ്മളെ സമർപ്പിക്കാം. കർത്താവിന്റെ സുവിശേഷത്തിന്റെ സാക്ഷികളായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, തിരുനാമത്തിൽ നന്ദിയോടെ സ്തോത്രം. ഇങ്ങനെ നൽകിയ നല്ല സാവകാശത്തിനായി സ്തോത്രം. കർത്താവെ, ഇന്ന് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ നീതീകരിക്കപ്പെട്ടവരായി നീ പ്രഖ്യാപിച്ചിരിക്കുന്നല്ലോ. ഇനി ആരും ഞങ്ങളുടെ മേൽ കുറ്റം ചുമത്തുവാനില്ലല്ലോ. കർത്താവെ, ശിക്ഷാവിധിയിൽ ഞങ്ങൾക്ക് വിടുതൽ നൽകിയല്ലോ. ഇന്നത്തെ ദിവസത്തിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും കൂടെ ഇരിക്കണം, സഹായിക്കണം. കേൾവിക്കാരായ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, പ്രതിസന്ധികളിൽ നീ ആശ്വാസം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.